ഹലോ ഗായ്സ്, എന്റെ ഈ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മെന്റലി ശബരി, നമ്മുടെ ബി ബാച്ചിലർ റപ്പായ അഭിഷേക്, പിന്നെ നമ്മുടെ പുതിയൊരു ഫ്രണ്ടാണ് ഗൈസ്. യെസ്, പുതിയൊരു ഫ്രണ്ടാണ്. അപ്പൊ ഇതെന്റെ ആദ്യത്തെ വ്ളോഗാണ്. പ്രത്യേകിച്ച് എന്തെടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എന്തെങ്കിലും എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്തായാലും കോളേജിനെ കുറിച്ച് എടുക്കണോ അതോ കോളേജിൽ പോകുന്ന ബസ്സിനെ കുറിച്ച് എടുക്കണോ എന്നാണ് ഞാൻ ഇപ്പൊ ചിന്തയിലിരിക്കുന്നത്. എന്തായാലും മോളിൽ ചെന്നിട്ട് നമുക്ക് എല്ലാം തീരുമാനിക്കാം കേട്ടാ. അപ്പൊ ഗൈസ്, നമ്മൾ ഇതാ കോളേജിന്റെ മുകളിൽ വന്നിരിക്കുന്നു ഗൈസ്. നമ്മുടെ ചേട്ടന് വഴി തെറ്റിയിട്ടുണ്ട് കേട്ടോ മോളോട്ട് വരാനുള്ള. അപ്പോ നമ്മള് മോളോട്ട് ഇങ്ങനെ കേറി വന്നോണ്ടിരിക്കുവാണ്. യെസ്, ആ കാണുന്ന ബസ്സാണ് ഗൈസ് നമ്മുടെ കോളേജ് ബസ് എന്ന് പറയുമ്പം അത് വെള്ള കളറിൽ ഇരിക്കുന്ന ബസ്സാണ് സത്യത്തില്. ഈ ബസ്സിന് 4 ടയർ ഉണ്ടല്ലേ? എത്ര ടയർ ഉണ്ട്? ഇതിന് ടോട്ടൽ 6 ടയർ ഉണ്ട് ഗൈസ്. 6 ടയർ. It's a great discovery guys. അപ്പൊ ഒടുവിൽ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നു ഈ കോളേജിന്റെ ബസ്സിന് ആക്ച്വലി 6 ടയർ ആണ് ഉള്ളത്. അപ്പൊ 16 ടയർ ഉണ്ടെന്നാണ് നമ്മുടെ അഭിഷേക് അവകാശപ്പെടുന്നത്. ഗൈസ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പറയൂ ചേട്ടാ, നമ്മുടെ ആ ബസ്സിന് എത്ര ടയർ ഉണ്ട്? നമ്മുടെ ബസ്സിന് എത്ര ടയർ ഉണ്ട്? 6 കറക്റ്റ് ആൻസർ. സാഹചര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എത്ര ടയർ ഉണ്ട്? 8 അല്ല, ഒരു ഓപ്ഷനും കൂടി. 6. കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു. ഓക്കെ ശബരി, എന്താണ് ഇത്രയും വിഷമം? ശബരി പറയൂ. ഒരു മൗനം, ഒരു വിഷമം. അറ്റൻഡൻസ് ഇല്ല, മാർക്കില്ല, എലിജിബിലിറ്റിയുടെ കാര്യം കട്ടപ്പുകയാണ്. ഇതാണ് അവസ്ഥ. നമുക്ക് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ ശബരി? ഇതിന് നമ്മൾ എന്ത് ചെയ്യണം പറയൂ? ഒരു 30 ദിവസം ഉണ്ട് ഇനി യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിട്ട്. പറയൂ, എന്ത് ചെയ്യണം നമ്മള്? ഒന്നും ചെയ്യണ്ട, പോടാ. അപ്പൊ ഒന്നും ചെയ്യണ്ടെന്നാണ് ഇവിടെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത്. നമ്മുടെ KSRTC ബസ്, നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ KSRTC ബസ്. ആൻഡ് ഇതിനും നമ്മൾ പ്രതീക്ഷിക്കുന്ന 6 ടയറാണ് കാണുന്നത്. മുകളിൽ വരെ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ സാജൻ ചേട്ടൻ നമുക്കിവിടെ കാണാൻ പറ്റും. തൊട്ടിപ്പുറത്ത് നമ്മുടെ ഗംഗയും അപ്പുറത്ത് ഗായത്രീനെയും നിൽക്കാനാണ്. എൻ്റെ പേരെന്തായിരുന്നു? ആനന്ദകൃഷ്ണൻ എന്നാ. അവനെയും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ശബരി അണ്ണൻ. എന്തായിരുന്നു, എല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത്. വീട്ടിൽ ചെന്ന് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്നായിരിക്കും അല്ലേ? സത്യം. കുറിച്ച് പറയൂ, ക്ഷീണത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇത് പറയാം. അത് പല കളികളിലൂടെ കഴിഞ്ഞിട്ടാ വീട്ടിൽ പോകുന്ന, അപ്പം അതിൻ്റെതായ ക്ഷീണം കാണും. അതെ, അതിൻ്റെതായ ക്ഷീണം ഇവിടെ എല്ലാവർക്കും ഉണ്ട് മക്കളെ. എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല എന്നാണ് അണ്ണൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. എന്തായാലും ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അങ്ങനെ റിപ്പോർട്ട് അടിക്കരുത്, ഒന്ന് തകർപ്പിക്കുക അല്ലേ? ഒരുത്തൻ ഓടിപ്പോന്നു എന്റെ ക്യാമറ കണ്ടോണ്ട് ഗൈസ്.